കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിനെ ഇല്ലാതാക്കാനായിട്ട് രൂപ തുനിഞ്ഞിറങ്ങുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാഹുലിനെ കാണാനായിട്ട് രൂപ മെന്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ഷാരി സറിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഷാരി വന്നിട്ട് ആ സത്യങ്ങളൊക്കെ സറിയുവിനോട് പറയാണ്. മോളെ, രൂപ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക, അവള് സേനോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കണ. ഇന്ന് നിന്റെ അച്ഛൻ രൂപയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഞാൻ കേട്ടായിരുന്നു. അപ്പോഴെനിക്കറിയാൻ കഴിഞ്ഞേ രൂപയുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേനനെ സ്നേഹിക്കുന്ന പോലെ ആയിട്ട് അഭിനയിച്ചിട്ട് പിന്നീട് അയാളെ ഇല്ലാതാക്കാനായിട്ടാ അങ്ങനെ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നിന്റെ അച്ഛനും രൂപാന്റെയും കൂടെ കൂടിയിട്ടാ ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കിയേക്കെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, കൊള്ളാലോ അമ്മേ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളല്ലേ. നമ്മളെന്താ വിചാരിച്ചോണ്ടിരുന്നേ, രൂപാന്റി അവരുമായിട്ട് കൂടിച്ചേർന്നു നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാവ ആന്റി നമ്മൾ എത്രമാത്രം കുറ്റം പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അതൊന്നും പോട്ടെ മോളെ, ഇനിയിപ്പോ രൂപ വന്നിപ്പോ മുമ്പത്തെ പോലെയല്ല, നല്ല രീതിയിൽ അവളെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. പകുതി സ്വത്തോ പോയി, സോണി അടിച്ചോണ്ട് പോയി, ഇനി ബാക്കി പകുതിയുണ്ട്, അതൊരു കാരണവശാലും നമ്മുടെ കൈവിട്ട് കൂടാം. ശരി അമ്മ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ പകുതി സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൊണ്ട് അമേരിക്കയ്ക്ക് പോലോ. പിന്നെ ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ ആന്റി ഇവിടെ കിടന്നോളും. സ്വത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് ആന്റിയുടെ ആവശ്യമില്ലെന്ന് പറയാം. ശരിയാ, നിന്റെ അച്ഛൻ അസുഖം ഭേദമാവെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ അങ്ങേരി ഇവിടെ കിടക്കട്ടെ, നമുക്ക് അമേരിക്കയ്ക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രൂപ അങ്ങോട്ട് വരുന്നത്. രൂപേനെ കണ്ടപ്പോഴത്തേക്ക് സറി പറഞ്ഞു, ബാ ആന്റി വാ, കയറി വരാൻ പറയാണ്. രൂപയ്ക്ക് മനസ്സിലായി എന്തോ കാര്യം അറിഞ്ഞു മട്ടുണ്ട്. മുമ്പ് വന്ന പോലെയല്ല, ഭയങ്കര സന്തോഷത്തില സ്വീകരിച്ചേക്ക് അകത്തേക്ക് ഇരുത്തുന്നേ. അല്ല, എന്തൊക്കെയുണ്ട് രൂപ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേന്ന് ചോദിക്കണം. അതെ, എനിക്ക് രാഹുലേട്ടനെ ഒന്ന് കാണാൻ പോണം. അപ്പൊ കാണാൻ പോകുന്ന വഴി ഇവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ നിർത്തിയാൻ വന്നാന്ന് പറയണം. വന്നാ നന്നായി എന്റെ രൂപേ, ഒന്നും പറയണ്ട. എന്റെ പൊന്നു, ഇവിടെ എന്തൊക്കെയായിരുന്നു കാഴ്ചപ്പാടുകളെന്നറിയാവോ? എന്റെ മനുമോനുണ്ടല്ലോ, അവനെ കൊല്ലാൻ വരെ നോക്കി രാവിലേട്ടെ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലാത്ത. ഒരുപക്ഷെ സോണിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്ര കൂടിയെന്ന് എനിക്ക് തോന്നുന്നത്. രൂപ പറഞ്ഞു, അത് പെട്ടെന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഏട്ടന്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ബാ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ എടുത്ത് വെക്കട്ടെ നിൽക്കും. ഇപ്പൊ വേണ്ട, കഴിച്ചിട്ട് വന്ന്. അത് പറഞ്ഞാൽ പറ്റില്ല മോളെ, ആന്റിക്ക് ജ്യൂസ് എടുത്തോണ്ട് വരാൻ സരുവിനോട് പറയുവാണ്. ശാരി, ജ്യൂസ് ഒന്നും വേണ്ട. അതെ, എനിക്ക് രാവിലേട്ടനെ ഒന്ന് പോയി കാണണം, എന്നാലും എനിക്ക് സമാധാനം വരുവുള്ളൂ എന്ന് പറയാം. എന്റെ രൂപേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലാത്തൊരവസ്ഥയില. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ നാട്ടുകാരും മുഴുവൻ അറിയും ഇനിയിപ്പം രാഹുലേട്ടന് മെന്റൽ ഹോസ്പിറ്റലാന്നുള്ള കാര്യം. എങ്ങനെയാ അസുഖം ഒന്ന് ഭേദമായി ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. ഇത് സരിയെ പറഞ്ഞ, ആന്റി പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ പോകുന്ന സമയത്ത് ആന്റീനെ കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അമേരിക്കയ്ക്ക്. അത് മനുവേട്ടൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മൾ പോകുന്നതോടൊപ്പം തന്നെ ആന്റീനെയും കൊണ്ടുപോകണമെന്ന്. ഇപ്പത്തേനും ചാരി പറഞ്ഞു, നീ ഇപ്പം ജീവിക്കുന്നുണ്ടല്ലോ സേനൻ, നീ സൂക്ഷിച്ച രൂപേ, എപ്പോഴും അങ്ങയുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയില്ല എന്ന് പറയണ. രൂപ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം എന്ന് പറയണ. പക്ഷേങ്കില് രൂപ കൂടുതൽ കാര്യങ്ങളൊന്നും വിസ്തരിക്കാൻ പോയില്ല. അതോടൊപ്പം തന്നെ ശാരിയും പറഞ്ഞില്ല. ശാരിക്കറിയാം രൂപയും രാഹുൽ നമ്മൾ ഒത്തുകളിയാന്നുള്ള കാര്യം. അത് പക്ഷെ ശരിക്കും ഒത്തുകളിയല്ല, ശരിക്കും ചന്ദ്രസേനുമായുള്ള ഇഷ്ടത്തിലാണ് ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഈ പറയുന്ന ശാരിക്കോ സരയുവിനോ രാഹുലിനോ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അടങ്ങിയിരിക്കാനും പോകുന്നില്ല. രൂപയ്ക്ക് നന്നായിട്ടറിയാം. അപ്പൊ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം, ആ ഒരു ചിന്തയായിരുന്നു രൂപയുടെ ഉള്ളിലുണ്ടാകുന്നത്. പിന്നെ രൂപ പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ, രാഹുലേട്ടനെ ഒന്ന് പോയി കണ്ടിട്ട് വേണം പോകാനെന്നൊക്കെ പറഞ്ഞോണ്ടാ അവിടെ നിന്ന് ഇറങ്ങുന്നതന്നെ. പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് രാഹുലിനെ കാണാനായിട്ട്. രാഹുലിനെ കാണാൻ ചെന്നപ്പോഴത്തേന് രാഹുൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാല ചങ്ങലയുണ്ട്, ഇടയ്ക്ക് ഷോക്ക് ട്രീറ്റ്മെന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് സമതല തെറ്റിപോലെ ഇരിക്കുമായിരുന്നു. ഈ സമയത്താണ് രൂപ ചെല്ലുന്നത്. രൂപേനെ കണ്ടതും പറഞ്ഞു, നീ വന്നോ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ രൂപേ. അത് ഇത് ഏട്ടനത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. എന്ത് പറ്റാനാ, എന്റെ മരുമോൻ എന്ന് പറയുന്നൊരു പിശാസുണ്ടല്ലോ, അവൻ കാരണ ഞാനിപ്പോ ഇങ്ങനെ അവസ്ഥയിലായിക്കെന്ന് പറയാ. അല്ല മനോഹർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. അവനല്ലേ എന്റെ ഭാര്യേനെ മകളും പറഞ്ഞു തിരിച്ചേക്കുന്നേ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവര് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് പ്രാന്താന്നാ പറയുന്നേ. അവന്റെ തനി നിറം ഞാൻ അവരുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിച്ച അതിന് കിട്ടിയ ശിക്ഷ എനിക്ക് എന്ന് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന അറിയണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. രൂപ അങ്ങനെ അടിയോട് നോക്കുവാണ്.
രാഹുലിന്റെ ആ കാലെ ചങ്ങലയിട്ട് കണ്ടപ്പോഴത്തേന് രൂപയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല. കിടക്കടാ, എന്റെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം പെങ്ങടെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇനി എന്ത് ചെയ്യണം നീ രൂപയ്ക്കറിയാം. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കിയതാ, മോളെ മരുമോനെ കൊല്ലാൻ നോക്കിയനാ, എല്ലാം ഞാൻ ക്ഷമിച്ചു. കല്യാണി മോളെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷെ ഇനി നിനക്ക് അധികം ആയുസില്ലടാ, നീ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ഇല്ലെങ്കിൽ ഈ രൂപ നിന്നെ അങ്ങ് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടും. ഭൂമിയിൽ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടിട്ട് എവിടെയും പോയി സ്വസ്ഥതയോടെ താമസിക്കും. ഇതിനേക്കാളും അന്തസ്സാടാ അത്. ഇനി ആരുടെ നേരെ നീ കൈ പൊക്കരുത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാണ്. രൂപ ഉള്ളാലെ ചിരിക്കുക. രാഹുൽ ഒന്ന് നോക്കൂ രൂപേ, എന്റെ കാലെ വരെ ചങ്ങലിട്ടേക്കുന്നത്. അല്ല ഇതെന്താ രാഹുലേട്ടാ ഈ കാലെ ചങ്ങലിട്ടേക്കുന്നത്? എന്ത് ചെയ്യാനാ, അവനുണ്ടല്ലോ ആ മനോഹര, അവൻ പറഞ്ഞിട്ട് ഡോക്ടർ ചെയ്തേക്കുന്ന ഞാൻ എല്ലാരും കൊല്ലാൻ നടക്കുക പോലും. അതുകൊണ്ട് പേടിച്ചിട്ട് ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറയും. എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. അല്ല രൂപേ, നിനക്ക് ആ ഡോക്ടറൊന്നും പറയാൻ പറ്റുമോ? എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണേ. അത് ശരിയാവൂല രാഹുലേട്ടാ, ഇപ്പൊ ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ശാരിക്കാണല്ലോ സരുവിന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നും. അത് മാത്രമല്ല, ചന്ദ്രസേനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിവിടെ നിറയ്ക്കൊണ്ട് പോയാൽ ശരിയാകത്തില്ല. കുറച്ച് ദിവസം ഇവിടെ കിടക്കുക, ആ സമയത്ത് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. രാഹുൽ, അത് ശരിയാ, നല്ല ഐഡിയ. എത്രയും പെട്ടെന്ന് ആ ചന്ദ്രസേനെ വിളിച്ചുകൊണ്ട് പോയി ഇങ്ങോട്ടിലും അവന്റെ കഥ അങ്ങോട്ട് തീർത്തേരെ. പിന്നെ ഇനി നിന്നെ ആരും സംശയിക്കത്തില്ല. ഞാൻ ഈ അവസ്ഥ കിടക്കുന്നുണ്ട് എന്നെ ആരും സംശയിക്കത്തില്ല. അതിനുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വിട്ടുതരാന്ന് പറയണം. ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് ഒരു സംശയം തോന്നത്തില്ല എന്ന് പറയാം. രൂപ പറഞ്ഞു, ശരിയാ രാഹുലേണ്ട ഐഡിയ കൊള്ളാന്ന് പറയാം. മനസ്സിൽ പറയാ, നീ മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് നടന്നാടാ, ഒരിക്കലും നടക്കാതെ പോകാത്ത ആഗ്രഹമല്ലേ. അതിനു മുമ്പ് നിന്നെ ഞാൻ തീർത്തിരിക്കുന്ന രൂപ മനസ്സിൽ പറയാ. എന്റെ ചന്ദ്രേട്ടന്റെ നേരെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇനി പൊങ്ങിയെന്നല്ല, ഇനി ഒരിക്കലും നിന്റെ കൈ പൊങ്ങാൻ പോകുന്നില്ല. അതിനുള്ള പണി ഈ രൂപ തരും നിനക്കിട്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറയണേ. രാഹുൽ ആകപ്പാടെ സമതല തെറ്റിപ്പള്ളി പിന്നെ ഇരിക്കുക. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. പിന്നീട് നേരെ രൂപ കല്യാണിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പൊ കല്യാണി ചോദിച്ചു, എന്താമ്മേ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുന്നത്. കണ്ടുമോളെ ഞാൻ ആ കാഴ്ച, അവന്റെ കാലിൽ ഒരു ചെങ്ങലയൊക്കെ ഇട്ടാ കിടക്കുന്നത്. ഈ ഒരു കാഴ്ച അത് കൺകുളർക്ക ഞാൻ കണ്ടെന്ന് പറയാം. എന്റെ മോളുടെ ജീവിതം ഇല്ലാക്കാതെ ശ്രമിച്ച എന്റെ മോളുടെ, നിന്റെ ജീവിതോ? പിന്നെ അവനെ വെറുതെ വിടാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്രയ്ക്ക് ദുഷ്ടനാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവനെ ഞാൻ ഇല്ലാതാക്കും. അവനെ ഇല്ലാതാക്കിയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ മോളെ. ഇതിനേക്കാളും അന്തസ്സുണ്ടെന്ന് പറയാം. അമ്മ അന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇനി അവരുടെ കാര്യം വിട്ടാല് അച്ഛനും അമ്മ സന്തോഷമായിട്ട് ജീവിക്കണം. അതാ ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം. കിരണേട്ടന്റെ അങ്കിളിനുള്ള പണി ഞങ്ങൾ തന്നെ വെച്ചു കഴിഞ്ഞു. അതാ മനോഹർ കൊടുത്തോളും. ഇതിന്റെ പേരിൽ അമ്മ എന്തിനാ പോയി തൂങ്ങുന്നേ? അതേ മനോഹറിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിച്ചോളാന്ന് പറയാണ്. അത്രയ്ക്ക് ക്രൂരതകൾ ചെയ്തവല്ലേ. വെറുതെ അല്ല അയാളെ ബഹാസുരൻ എല്ലാരും വിളിക്കുന്നേ. രൂപ പറഞ്ഞു, അതേ കാലം അയാൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ഏകദേശം സമനില തെറ്റിയൊരു അവസ്ഥ ആയിട്ടുണ്ട് എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്. ഇനി അധികം വൈകാതെ അങ്ങനെ തന്നെ ആകും. പിന്നീട് ഓടി നടക്കുന്ന കാണാം. ആ കാഴ്ചയൊന്ന് കാണണമെന്ന് പറയാം. കല്യാണം പറഞ്ഞു, അമ്മ പേടിക്കാതിരിക്കുക. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒതുക്കാനുള്ള ഒരാളും കൂടെ ഉണ്ട്. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആള് പ്രകാശന്, അവരുടെ എൻ്റെ ആങ്ങളെന്ന് പറയുന്ന അവനും വിക്രത്തിനെ, അവറ്റകളെ രണ്ടുപേരെയും കൂടെ അവർക്കിട്ട് ഒരു പടി കൊടുക്കണം. ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.